87ാം പിറന്നാളിന്റെ ആഘോഷ നിറവിൽ അവിശ്വസനീയമായി ഒരു ഉയിർത്തെഴുന്നേൽപ്പ് സാധ്യമാക്കി പെങ്ങാമുക്ക് ഹൈസ്കൂൾ. കെ.ബി. തമ്പി മാസ്റ്ററുടെ നേതൃത്വത്തിൽ പുതിയ മാനേജ്മെന്റ് ഏറ്റെടുത്ത സ്കൂളിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 87ാം വാർഷികാഘോഷവും രക്ഷാകർതൃ ദിനവും സ്കൂളിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത നിറവിലാണ് ആഘോഷിക്കപ്പെട്ടത്. മധ്യവേനൽ അവധിക്കാലത്തെ ഞായറാഴ്ചയായിട്ട് പോലും തങ്ങളുടെ പ്രിയ വിദ്യാലയത്തിന്റെ ഉയിർത്തെഴുന്നേൽപ്പ് ഗംഭീരമാക്കാൻ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും നാട്ടുകാരും ഏറെ നേരത്തെ തന്നെ സ്കൂളിലെത്തി. ഉച്ചതിരിഞ്ഞ് 4:30 ആരംഭിച്ച ചടങ്ങിൽ ഉദ്ഘാടകയായത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ടീച്ചറായിരുന്നു. പെങ്ങാമുക്ക് ഹൈസ്കൂളിന്റെ ചരിത്ര വഴികളിലെ ഒരു സുവർണ സന്ദർഭമാണിത്. അതിമനോഹരവും ആധുനിക മുഖഛായയുള്ളതുമായ ഒരു കെട്ടിടം ഈ ഗ്രാമീണ മേഖലയിലെ വിദ്യാലയത്തിന് ലഭിച്ചിട്ടുള്ള സന്തോഷവും അഭിമാനവും നിങ്ങളേവരും ചേർന്ന് പങ്കിടുമ്പോൾ അതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. കെട്ടിട സൗകര്യങ്ങളുടെ കാര്യത്തിലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലുമെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലത്തെ പഴങ്കഥയാക്കി മാറ്റിക്കൊണ്ട് കുട്ടികൾക്ക് വേണ്ടി സർവതല സ്പർശിയായിട്ടുള്ള വികസനമാണ് പുതിയ മാനേജ്മെന്റ് ഈ വിദ്യാലയത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ വിദ്യാലയത്തെ അതിൻ്റെ നഷ്ടപ്രതാപത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടി പങ്കാളികളായിക്കൊണ്ട് നടന്ന ശ്രമത്തിൽ ആ ശ്രമങ്ങൾ പൂവണിയുന്ന സന്ദർഭത്തിൽ ഇവിടെ വന്നു ചേരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്താണ്. നമ്മുടെ മുന്നിലിരിക്കുന്ന നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ അവർ ലോകമറിഞ്ഞ് വളരുന്നതിന് ഏറ്റവും മനോഹരമായ അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്കായി ഒരുങ്ങിയിരിക്കുകയാണ്. സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായ അജോയ് തമ്പിയുടെ കലാലയ അധ്യാപിക കൂടിയായ ബിന്ദു ടീച്ചർ പൊതുവിദ്യാലയ സംരക്ഷണത്തിനായി പ്രിയ ശിഷ്യനും സുഹൃത്തുക്കളും നടത്തിയ ഭഗീരഥ പ്രയത്നത്തെ ഏറെ പ്രശംസിച്ചു. സൗജന്യ വിദ്യാഭ്യാസം സാർവത്രികമായി പേങ്ങാമുക്കിനും പരിസര പ്രദേശങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് ഹൈസ്കൂൾ പേങ്ങാമുക്കിലൂടെ ഇനിയും അനേകം തലമുറകളിലൂടെ പകർന്നുകിട്ടട്ടെ എന്ന് ടീച്ചർ ആശംസിച്ചു. അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളോട് കിടപിടിക്കാവുന്ന രീതിയിൽ ഒരൊറ്റ വർഷം കൊണ്ട് പണികഴിപ്പിച്ച പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ശിലാഫലകം നിറഞ്ഞ കയ്യടികളുടെ നടുവിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അനാച്ഛാദനം ചെയ്തു. സ്കൂളിന്റെ ഉയിർത്തെഴുന്നേൽപ്പിന് കൃത്യമായ ദിശാബോധം നൽകിയ ടീം കണ്ടന്റ് ഫാക്ടറിയെ ചടങ്ങിൽ ആദരിച്ചു. നമ്മുടെ മീഡിയ വിങ് കഴിഞ്ഞൊരു വർഷം കൈകാര്യം ജെബിനാണ് എല്ലാ പ്രവർത്തനങ്ങളും സോഷ്യൽ മീഡിയ വഴി ലോകം മുഴുവൻ അറിയിക്കുന്നത്. ജെബിന് ടീച്ചർ ഒരു പുരസ്കാരം ഞങ്ങൾ സ്കൂളിന്റെ വക നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഡിജിറ്റൽ പ്രൊമോഷൻസിലൂടെ സ്കൂളിന്റെ ഉയിർത്തെഴുന്നേൽപ്പ് വർഷം കൃത്യമായി മാധ്യമങ്ങളിൽ അടയാളപ്പെടുത്തിയ ടീം കണ്ടന്റ് ഫാക്ടറിക്ക് വേണ്ടി ക്രിയേറ്റീവ് ഡയറക്ടർ ജെബിൻ ജോസഫ്, അവതാരക അശ്വതി മഠത്തിപ്പറമ്പിൽ, ഛായാഗ്രാഹകൻ സുനിൽ നായർ എന്നിവർ ഉപഹാരം ഏറ്റുവാങ്ങി. 2 പതിറ്റാണ്ട് മുൻപ് 1000-ലേറെ കുട്ടികൾ പഠിച്ചിരുന്ന ഈ സ്കൂൾ 100ഓളം കുട്ടികൾ പഠിക്കുന്ന വളരെ മോശം അവസ്ഥയിലേക്ക് മാറിയിരുന്നു. കെ.ബി. തമ്പി മാസ്റ്ററുടെ നേതൃത്വത്തിൽ പുതിയ മാനേജ്മെന്റ് സ്കൂൾ ഏറ്റെടുത്തതോടെ ഒരൊറ്റ വർഷം കൊണ്ട് തന്നെ അമ്പരപ്പിക്കുന്ന മാറ്റങ്ങൾ സ്കൂളിൽ സംഭവിച്ചു. പുതിയ കെട്ടിടവും ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെട്ടതോടെ കഴിഞ്ഞ ഒരൊറ്റ അധ്യയന വർഷം 400ഓളം കുട്ടികൾ ഒരു കാലത്ത് തങ്ങളുടെ നാട്ടുമുറ്റത്തെ മുല്ലപ്പൂവായിരുന്ന വിദ്യാലയത്തിലേക്ക് ഒഴുകിയെത്തി. ഈ അധ്യയന വർഷം അഡ്മിഷന്റെ എണ്ണത്തിൽ സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങളിൽ ഉണ്ടായ മാറ്റം പ്രതിഫലിക്കും എന്നു തന്നെയാണ് സ്കൂൾ അധികൃതരുടെ പ്രതീക്ഷ. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു മനോഹരൻ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന ജീവനക്കാരി സുധ MK-ക്ക് ചടങ്ങിൽ ഉപഹാരം സമർപ്പിച്ചു. ഒപ്പം കഴിഞ്ഞ അധ്യയന വർഷം സ്കൂളിലെ പാഠ്യേതര രംഗങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കും ആഘോഷ നിറവിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TS മണികണ്ഠൻ, കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, വാർഡ് മെമ്പർ MA അബ്ദുൾ റഷീദ്, PTA പ്രസിഡന്റ് ഷമീർ KK, MPTA പ്രസിഡന്റ് രേഖ TR, SRG കൺവീനർ ഡോക്ടർ അജോയ് തമ്പി തുടങ്ങിയവർ സംസാരിച്ചു.